ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ABCID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ABCID എന്ന് പലർക്കും അറിയായിരിക്കും. അതായത് ഇതൊരു 12 ഡിജിറ്റ് കോഡാണ്. ഇത് ഡിജിറ്റലി നമ്മുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ABCID ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ കേരളത്തിൽ 4 ഇയർ കോഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും നിങ്ങൾക്ക് എന്ത് വേണം, ഈ ABCID വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലൂടെ എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ കയറി കഴിഞ്ഞാൽ ഗൂഗിളിൽ ABCID എന്ന് സെർച്ച് ചെയ്ത ശേഷം ABCIDൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, നിങ്ങൾ ആൻഡ്രോയിഡ് ഉപഭോക്താക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ സൈൻ അപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ABCID ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ബ്രൗസറിൽ നിന്ന്, അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ABCID ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസർ, ഞാനിപ്പം എഡ്ജ് ബ്രൗസറാണ് എടുക്കുന്നത്, അതിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ABCID എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ABCID എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം, ഇവിടെ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, 2 ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ. ആധാർ കാർഡ് ലിങ്ക് ചെയ്ത നമ്പർ നിങ്ങളുടേതല്ല, പേരൻറ്റിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് മാറ്റുക. ഓക്കെ, അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങളെ പേരൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിരിക്കും അതിൽ വരിക, പേരും കാര്യങ്ങളും. അപ്പോൾ ആധാറുമായിട്ട് ഇത് ലിങ്ക് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൊബൈൽ നമ്പറിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക. അതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡിജി ലോക്കറിലെ അക്കൗണ്ട് ഉണ്ട്. അതായത് നമ്മളിപ്പം എന്താ പ്രസ് ചെയ്തത്, സ്റ്റുഡൻസ് വന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു ലോഗിൻ വിൻഡോ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൽ ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളിവിടെ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് വയ ഡിജി ലോക്കർ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ പിന്നും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗിൻ ചെയ്യാം. അഥവാ പിൻ ഓർമ്മയില്ലെങ്കിൽ പിൻലെസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൊബൈലിൽ OTP വരും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ സൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ഓപ്ഷൻ ഉണ്ട്, സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ജനറേറ്റ് OTP കൊടുക്കുക. ജനറേറ്റ് OTP കൊടുത്ത് ആ OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID ടൈപ്പ് ചെയ്തെങ്കിലും കൊടുക്കുക. ഇപ്പോൾ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസ് എന്താ IDയിൽ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ID കൊടുക്കുക. പേര് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. നിങ്ങളൊരു യൂസർ IDയും പിന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു യൂസർ IDയും അതേപോലെ തന്നെ ഒരു പിൻ നമ്പറും കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ആ കൺഫേം പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് അതേ പിന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യുക. പിൻ നമ്പർ 2 ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഉള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അത് കൺസെൻ്റ് ആണ്, അത് ടിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടോ, അതായത് എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സൈൻ ഇൻ ടു എ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ അധികം പേർക്കും ഉണ്ടാവും, ഡിജി ലോക്കറിൽ അധികം പേർക്ക് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ID ആണ് നിങ്ങൾ വെച്ച് ലോഗിൻ ചെയ്യുക, ID വെച്ചിട്ട് ID നമ്പറും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതും വെച്ച് ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ പിൻലെസ് ഓതൻറ്റിക്കേഷനാണ് കൊടുക്കുന്നത്. കൺസെൻറ്റ് ടിക്ക് ചെയ്തു, സൈനിങ് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും, എൻ്റെ ഫോണിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ആധാറായിട്ട് ഏതാണോ ലിങ്ക് ചെയ്ത് ആ നമ്പറിലേക്ക് ഒരു OTP പോകും. അപ്പോൾ ഞാൻ ആ OTP മൊബൈലിൽ നിന്ന് എടുത്തിട്ട് ടൈപ്പ് ചെയ്യണം.
ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. നിങ്ങൾ നേരത്തെ സൈനപ്പ് കൊടുത്തിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ ലോഗിൻ സ്ക്രീൻ വന്ന ശേഷം ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ പ്ലീസ് പ്രൊവൈഡ് യുവർ കൺസെൻറ്റ് ടു ഷെയർ ടു ഫോളോയിങ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്യാണ്, ആധാർ കാർഡും അതുപോലെ പാനാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇവിടെ എന്താണ് പർപ്പസ് എന്നിട്ട് കൊടുക്കണം. അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആണോ എന്ത് പർപ്പസിനാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എഡ്യൂക്കേഷൻ കൊടുത്തു, എന്നിട്ട് അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നോക്കാം നമുക്ക് വരുന്നത് ഉണ്ടോ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു ID കാർഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ABC ID കാർഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോവുക. ആപ്പ് സ്റ്റോറിലേക്ക് പോയ ശേഷം ഡിജി ലോക്കർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഈ കാണുന്ന ആപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട്, അതായത് നേരത്തെ ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൈൻ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത ശേഷം നേരത്തെ കണ്ട പോലത്തെ നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഒരു സെക്യൂരിറ്റി പിൻ, ഇത്രയും കാര്യം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ തരണം. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് കൊടുക്കുന്നു. നിങ്ങൾക്ക് യൂസർ ID ഉണ്ടെങ്കിൽ യൂസർ നെയിമും പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്താണ് എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പിന്നുണ്ടെങ്കിൽ പിന്ന് ചോദിക്കും. നിങ്ങൾക്ക് അത് മറന്നു വേണ്ട ഫോർഗോട്ട് സെക്യൂരിറ്റി പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പിന്ന് കൊടുക്കുന്നു. പിന്നെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഏത് മൊബൈൽ നമ്പർ വെച്ചാണോ നിങ്ങൾ ലിങ്ക് ചെയ്ത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ടൈപ്പ് ചെയ്യുക. ആ OTP ടൈപ്പ് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പാർ ABC ID കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കാണ് നിങ്ങളുടെ പേര് വന്നിട്ടുണ്ട്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, കാര്യങ്ങളും വന്നിട്ട്. അതിനുശേഷം നിങ്ങളെ ID ടൈപ്പ്, നിങ്ങൾ എന്തെങ്കിലും രജിസ്റ്റർ നമ്പറോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കുക. ന്യൂ അഡ്മിഷനാണ് ന്യൂ അഡ്മിഷൻ കൊടുക്കുക. അഥവാ നിങ്ങൾ പുതിയ ഫസ്റ്റ് ഡിഗ്രി ചേരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂ അഡ്മിഷൻ കൊടുക്കാം. ഇല്ലെങ്കിൽ നണ്ണൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നണ്ണ് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അതിനുശേഷം ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഗെറ്റ് ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫെച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഇവിടെ ABC ID എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ഓട്ടോമാറ്റിക്കായി ലിങ്കായി ഒന്ന് തന്നെ ആയിക്കോളും. അപ്പം നമുക്കിവിടെ കാണാം അപ്പാർ ABC ID എന്ന് പറഞ്ഞിട്ട് വിൻഡോ വന്നതാണ്. അപ്പോൾ അതിൽ എന്തുണ്ട്, എൻ്റെ ഫോട്ടോ, ഇതിൽ എൻ്റെ നമ്പറും വരുന്നതായിരിക്കും. അവിടെ അവൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ID ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഡോട്ട് കണ്ടോ, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ വ്യൂ PDF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഷെയർ ചെയ്യേണ്ടിയൊക്കെ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഞാൻ വ്യൂ PDF കൊടുക്കുന്നു. വ്യൂ PDF കൊടുത്താൽ നിങ്ങളെ ID കാണാം, ജനറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ID കാർഡ് പോലെ ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ABC ID ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ.